ഹായ്, നമസ്തേ. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് മന്ത്രി, ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പുള്ളിക്കാരൻ അധികാരം ഏറ്റതിന് ശേഷം കുറച്ച് വാഹനങ്ങളുടെ കുറേ നിയമങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറപ്പെടുവിക്കുകയുണ്ടായി. നിയമങ്ങളൊക്കെ ആ സമയത്ത് ഞാനും ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. KSRTC ബസ്സിനകത്തെ ഒരു വൃത്തിയില്ലായ്മ, വാഹനങ്ങളെല്ലാം പൊടി പിടിച്ച് കരിയടിച്ച്, അതിനകത്ത് നമുക്ക് ചെന്ന് ഇരിക്കാൻ പോലും അറയ്ക്കത്തക്ക രീതിയിലുള്ള സീറ്റിനകത്തായാലും സൈഡിലായാലും ഒന്നും മര്യാദയ്ക്ക് പിടിച്ചുകൊണ്ട് നിൽക്കാനോ ഒന്നും പറ്റാത്ത രീതിയിലുള്ള മൊത്തത്തിൽ അഴുക്ക് പിടിച്ച് കിടക്കുന്ന കുറേ ഒരു അവസ്ഥയെക്കുറിച്ചൊരു കമൻറ്റ് ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന്. പൊതുവെ അങ്ങനെയാണ്, ദീർഘദൂരം ഓടുന്ന വണ്ടികളിൽ മാറി മാറി ഡ്രൈവർമാർ ഓരോ സമയത്തും കയറുന്നത് കൊണ്ടും പൊതുവെ ആരും ഒന്നും ശ്രദ്ധിക്കാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ KSRTC മിക്ക ലോങ് റൂട്ട് ഓടുന്ന വണ്ടികളിലും, ഷട്ടിലായാലും ശരി, ലോക്കൽ ഓട്ടോ ഓടുന്ന വാഹനങ്ങളിലായാലും ശരി കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൊതുവേ ബസ്സിലുള്ള യാത്രകളും, ട്രെയിനകത്താണെങ്കിൽ പിന്നെ പറയും വേണ്ട, നമ്മൾ ടോയ്ലറ്റിൻ്റെ സ്മെല്ലുകളും അതും ആ രീതിയിലാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ അടുത്തിടയ്ക്ക് ഞാൻ മൂകാംബികയിൽ, നേരത്തെ പണ്ട് ഒരു 9 കൊല്ലത്തിന് മുമ്പ് മൂകാംബികയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് പോയത്. അപ്പോൾ അന്ന് ഞാൻ മിന്നൽ, നമ്മുടെ KSRTCയുടെ തന്നെ മിന്നലിനകത്തായിരുന്നു അന്ന് പോയത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല യാത്രകളാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ നിർത്തി നമുക്ക് ടോയ്ലറ്റിൽ പോകാനായാലും ശരി, ഫുഡ് കഴിക്കാനായാലും ഉള്ള സൗകര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള യാത്രയായിരുന്നു അത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാനത് ഓൺലൈനിലാണ് നമ്മൾ സാധാരണ ബുക്ക് ചെയ്തിട്ട് പോകാറുള്ളത്. ഈ പ്രാവശ്യം അതേ കണക്ക് തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് പോയി ഞാൻ. അത് AC സ്ലീപ്പറിനകത്താണ് പോയത്. ഒരു രക്ഷയില്ല. ഞാൻ അതുവരെ ഈ KSRTC ബസ്സിനകത്തുള്ള ആ ഒരു വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ തികച്ചും അത്ഭുതപ്പെട്ടു പോയി. KSRTC ബസ്സിൽ ഇത് എനിക്ക് പ്രൈവറ്റ്, നമ്മുടെ കല്ലട പോലെയുള്ള പ്രൈവറ്റ് വ്യക്തികളുടെ വാഹനങ്ങളെക്കാളും ഒന്നാന്തരം മെച്ചമായിട്ടുള്ള ഒരു സീറ്റിംഗ് കപ്പാസിറ്റി, സ്ലീപ്പർ, ആ വണ്ടിയുടെ അകം തന്നെ, അതായത് അതിനകത്ത് പോകുന്ന ഡ്രൈവർമാരുടെ ആ ഒരു മേന്മ കൊണ്ടാവാം, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും വൃത്തികേടാക്കിയിടാം. പക്ഷേ വണ്ടി ഫുള്ള് കഴുകി തുടച്ച് വൃത്തിയാക്കി നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഈ പ്രാവശ്യം ഞാൻ KSRTC ബസ്സിൽ മൂകാംബികയിൽ പോയപ്പോൾ. നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്നും ആരംഭിക്കുന്നു. 5:45 പുറപ്പെട്ട് രാവിലെ ഒരു 10:30 ആകുമ്പോഴത്തേക്ക് മൂകാംബികയിലെത്തും. അത്തരത്തിലുള്ള തിരിച്ചവിടുന്നു അതേ കണക്ക് തന്നെ 5:45 ആരംഭിച്ച് ഇവിടെ 10:45 കൊട്ടാരക്കരയിൽ എത്തിച്ചേർന്ന് നല്ല ഒന്നാന്തര അടിപൊളി യാത്ര. അപ്പോൾ അത്രത്തോളം മാറിയിട്ടുണ്ട് നമ്മുടെ KSRTC എന്ന് പറയുന്ന ഗതാഗത വകുപ്പ്. അതിന് ഏറ്റവും വലിയ ഒരു താങ്ക്സും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഇതോടൊപ്പം നമുക്ക് ആ യാത്രയിലെ കുറച്ച് ക്ലിപ്പുകളും ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പം ശരി, ഞങ്ങൾ മൂകാംബികയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയിൽ കയറിയാലോ? ഇപ്പോൾ ഈ കണ്ടത് ഞാൻ മൂകാംബികയിൽ പോയി നല്ല അടിപൊളിയായിട്ട് തൊഴുവാനും എടുക്കാനൊക്കെ പറ്റി ആ ദിവസം തന്നെ. അതുപോലെ തന്നെ വൈകുന്നേരം കയറി തൊഴുതിട്ടാണ് അവിടുന്ന് മടങ്ങിയത്. ആ പോയ വണ്ടിക്കകത്ത് ഞാൻ ആദ്യം ഇരുന്നാണ് പോയത്. രണ്ടാമത് തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ സ്ലീപ്പറിൽ അപ്പർ സ്ലീപ്പറിൽ ഞാൻ കയറി കിടന്നുകൊണ്ടുപോകാൻ വന്നത്. അപ്പം തിരിച്ച് അതിനകത്ത് വേറൊരു വണ്ടിക്കകത്ത് പോകാനോ പിന്നെ തിരിച്ചു വരുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് 2-3 ഇടങ്ങളിൽ പോയി ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടും ഈ വണ്ടി നല്ല വൃത്തിയും വെടുപ്പും ഉള്ളതുകൊണ്ട് അതിൽ തന്നെ തിരിച്ചു മടങ്ങാമെന്നും കരുതി
അത്രത്തോളം എനിക്ക് സന്തോഷമായി ആ ഒരു യാത്ര. പോയ വഴിക്ക് കുറച്ച് നേരം ഒരു AC കംപ്ലൈൻ്റ് ഉള്ളത് കാരണം കുറച്ച് നേരം ഒന്ന് ഡിലേ വന്നു, 1 മണിക്കൂർ ഒന്ന് ഡിലേ വന്നു. എന്നിരുന്നാൽ തന്നെയും വണ്ടി വൃത്തിയാക്കി കറക്റ്റ് ഒരു 11:45 ആയപ്പം മൂകാംബികയിൽ ചെന്ന് കയറി കണ്ട് തൊഴുവാനും പറ്റി, പോയി കാര്യങ്ങൾ സാധിച്ചെടുക്കാനും സാധിച്ചു. ഇതിപ്പോൾ ഞാൻ അങ്ങോട്ട് പോയ വിശേഷണങ്ങളും തിരിച്ചു വന്ന് ആ വണ്ടിക്കകത്ത് വന്ന് ഇറങ്ങിയ നല്ല അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ ഷെയർ ചെയ്തത്. ഇനി പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. KSRTC ബസ് സ്റ്റാൻഡിൽ, കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, ആ കൊട്ടാരക്കര സ്റ്റാൻഡ് എന്ന് പറയുന്നത് ആകെ വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ്. ബൈക്ക് വെക്കുന്ന ഏരിയ, വണ്ടിയുടെ ഡീസൽ അടിക്കുന്ന പമ്പിന് സമീപത്ത് കിടക്കുന്ന വൃത്തിഹീനമായ ഏരിയ, അതുപോലെ തന്നെ അവിടുത്തെ ബിൽഡിങ്ങുകളും ഷോപ്പുകളും, ഈ പരിസര പ്രദേശങ്ങളെല്ലാം നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്തെടുത്ത് ധാരാളം ഷോപ്പിംഗ് കോംപ്ലക്സുകളും എല്ലാമൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെയിനായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ സാധാരണ ഈ KSRTC സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ കാണുന്ന രണ്ട് മൂന്ന് കൂട്ടരാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, പിന്നെ അതിൻ്റെ മെക്കാനിക്കൽ ചെയ്യുന്ന ആളുകൾ, പിന്നെ ഡീസൽ പമ്പ് ചെയ്യുന്ന, ഈ ഓരോ സ്റ്റാൻഡിലും നമ്മളെ വാട്ടർ സർവീസ് പോലെയുള്ള സർവീസ് സ്റ്റേഷനുകൾ വെച്ചിരുന്നെങ്കിൽ ഓരോ ദിവസവും ഒരു 1, 2, 3 പണിക്കാരെ അഡീഷണൽ എടുത്തുകൊണ്ട് അവരെ കൊണ്ട് ഈ ഓരോ വാഹനങ്ങളും ഒന്ന് വൃത്തിയാക്കി വെച്ചിരുന്നാൽ, അതിൻ്റെ അകവും പുറമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും എന്നറിയാമോ? ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡായിട്ടുള്ള വാഹനങ്ങളുടെ എങ്ങനെയാണോ മെയിൻറ്റെയിൻ ചെയ്ത് സുന്ദരമാക്കി വെച്ചിരിക്കുന്നത്. എക്സ്പെൻസീവ് ആയിട്ടുള്ള വാഹനങ്ങളാണ്, ട്രാവൽ എക്സ്പെൻസീവ് ആണ്. അപ്പം അതുപോലെ തന്നെ സാധാരണക്കാർ സഞ്ചരിക്കുന്ന ബാക്കിയുള്ള ലോക്കൽ ഓടുന്ന വാഹനങ്ങളും എല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഇതേ കണക്ക് ഡെയിലി ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യാത്രകൾ കൂടുതൽ മികവുറ്റതാവും. ട്രാൻസ്പോർട്ട് സർവീസൊക്കെ നല്ല അടിപൊളിയായിട്ട്. പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് പറയാൻ വന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ മൂകാംബികയിലോട്ട് പോയ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ പോകാൻ നേരത്ത് കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിലേക്ക് ഞാൻ 2-3 തവണ ഫോൺ ചെയ്യുകയുണ്ടായി. ഫോൺ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ അവിടുത്തെ ലോക്കൽ നമ്പർ എടുക്കുന്നത്. ഈ നമ്പർ എടുത്ത് രണ്ട് തരം നമ്പറുകളുണ്ട്. ഒന്ന് അവരുടെ കസ്റ്റമർ കെയറിൻ്റെ ആണെന്ന് തോന്നുന്നു. ഈ 2 നമ്പറിലേക്ക് ഞാൻ കോൾ ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡുകളിൽ കൊല്ലത്തും വിളിച്ചായിരുന്നു. അവിടെ പിന്നെ നോട്ട് റീച്ചബിളാണ് പറയുന്നത്. ഇവിടെ പിന്നെ ബെല്ലുണ്ട്, അറ്റൻഡ് ചെയ്യുന്നില്ല. ഈ ഫോണുകളൊക്കെ എന്തിനാ അവിടെ മേടിച്ച് വെച്ചിരിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ഉൾപ്പെടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് അന്വേഷിച്ചെങ്കിൽ വളരെ നല്ല ഉപകാരമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ദീർഘദൂര യാത്രകൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെക്കുറിച്ചുള്ള യാത്രാ വിവരണങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോണിലേക്ക് വിളിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് അവിടം വരെ പോയി ചോദിച്ചിട്ട് മടങ്ങി വരുന്നതിനേക്കാളും നല്ലതായിരിക്കും ഈ ഫോണിൽ കൂടെ നമ്മൾ കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഫോൺ അറ്റൻഡ് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2-3 ദിവസം ഇത് അറിയാൻ വേണ്ടിയിട്ട്, അവിടുന്ന് ബസ് എപ്പോഴാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കുകയുണ്ടായി. പക്ഷേ ഒറ്റ തവണ, എത്ര തവണ ഞാൻ വിളിച്ചു നോക്കിയെന്നറിയാമോ? ഒരു ദിവസം ഒറ്റ തവണ പോലും ആ കോളൊന്ന് അറ്റൻഡ് ചെയ്യുകയോ എടുക്കുകയാവട്ടെ, അതിന് വേണ്ടിയിട്ടുള്ള ആരും അവിടെ ഇല്ലെന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ അവരത് എടുക്കാതെ വെച്ചിരിക്കുന്നതായിരിക്കും മനഃപൂർവ്വം. ഏതായാലും ശരി, ഒരുപാട് വെല്ലുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ജോലിയെ തടസ്സം ആവുന്നത് കൊണ്ടായിരിക്കും നിങ്ങളത് അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത്. പക്ഷേ എന്ത് ജോലിയാണ് അവിടെ ഉള്ളത്? ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളെ അവിടെ നിർത്തിയേക്കുന്നത്. പക്ഷേ ആ ഒരു ദുരനുഭവമാണ് ഈ മൂകാംബിക യാത്രയുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായത്. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളൊഴിച്ചാൽ ഈ വണ്ടി അടിപൊളി വണ്ടിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്, അതിനകത്ത് എനിക്ക് അഭിമാനം തോന്നുകയും ചെയ്തു. കാരണം പ്രൈവറ്റ് വ്യക്തികളിൽ നിന്നും ഒട്ടും പിന്നിലല്ല നമ്മുടെ ഗവൺമെൻറ് സർവീസ്. ചില ഇടങ്ങളിൽ, ചില മേഖലകൾ ഇത്തരത്തിൽ ഭംഗിയായി കാണുമ്പം ഗവൺമെൻറ് സർവീസിനോട് നമുക്കൊരു വല്ലാത്ത മതിപ്പ് തോന്നും. ഭൂരിഭാഗവും മോശം അഭിപ്രായമാണ് എങ്കിലും ചില മേഖലകൾ കാണുമ്പം നമുക്ക് ഈ പറഞ്ഞ കണക്ക് തന്നെ അഭിമാനം തോന്നും. അപ്പം എല്ലാ മേഖലകളും
നന്നായി വരട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.